തിരുവനന്തപുരം വർക്കലയിൽ 19-കാരി ശ്രുതിയെ മദ്യപൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ കുറ്റപത്രം നൽകി റെയിൽവേ പോലീസ്. പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് ഈ കേസിലെ പ്രതി. സംഭവം നടന്ന് 60 ദിവസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ശ്രീകുട്ടി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരല്പം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നാണ് നമുക്ക് അമൃത ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിശദാംശങ്ങളുമായി ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. പറയൂ റിനു. ഗുഡ് മോർണിംഗ്, പുതുവത്സരാശംസകൾ SKN. തിരുവനന്തപുരം വർക്കലയിൽ വെച്ച പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് മദ്യപിച്ച് മതോന്മത്തനായി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം നവംബർ 2 അർദ്ധരാത്രിയോടുകൂടിയാണത് നടക്കുന്നത്. അന്ന് തന്നെ പനച്ചിമൂട് സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാറിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം 60 ദിവസം പിന്നിടുന്നു. 60 ദിവസം പിന്നിടുമ്പോൾ കുറ്റപത്രം റെയിൽവേ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സുരേഷ് കുമാർ മാത്രമാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. കാരണം അന്ന് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിരുന്നു എന്നടക്കം പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. 2 പെൺകുട്ടികളെയാണ് ആക്രമിച്ചത്. ഇതിൽ ഏറ്റവും അപകടം ഉണ്ടായത് ശ്രീകുട്ടിക്കാണ്. പാലോട് സ്വദേശി സോന എന്ന് പറയുന്ന ശ്രീകുട്ടിക്കാണ്. ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ചികിത്സയിലുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇപ്പോൾ സുഖം ആയി വരുന്നു എന്നുള്ള ഒരു വിവരവുമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കുറ്റപത്രം റെയിൽവേ പോലീസ് CJM കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.